ആരംഭിക്കില്ല. 294 അംഗ നിയമസഭയിൽ 176 സീറ്റിലും ജയിച്ചു. CPM അൺക്വസ്റ്റനബിൾ അപ്രമാദ കാലം, പിന്നീട് 40 സീറ്റ്, 26 സീറ്റ്, പിന്നെ ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത വട്ടപ്പൂജ കാലം. ആ പാർട്ടിക്കോട്ടയിൽ പാർട്ടി പുറത്താക്കിയവന്റെ വിജയം, പാർട്ടിക്കോട്ടയിൽ പാർട്ടി പുറത്താക്കിയ ഒരു വയോധികന് കിട്ടുന്ന പിന്തുണ, പരസ്യ പ്രകടനം, നേതൃത്വം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അടിത്തറയിളക്കത്തിന്റെ സൂചനയാണ് ബംഗാൾ സൂചന. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു സഖാവിന് വേണ്ടി പിരിച്ച പണം ഉളുപ്പില്ലാതെ അടിച്ചണ്ണാക്കി തള്ളിയെന്നാണ് ആരോപണം. നീയൊന്നും ഒരു കാലത്തും നന്നാവത്തില്ലടാ. കോടാലിക്കൈ പോലെയുള്ള ക്ലീശ വർത്താനം നിർത്തി എത്ര പണം പിരിച്ചു, എത്ര കാശ് കൊടുത്തു, എത്രയാണ് ബാക്കി എന്ന 3 ഫിഗർ കേരളത്തിന്റെ മേശപ്പുറത്ത് വെക്കാൻ ധൈര്യമുണ്ടോ പയ്യന്നൂർ നേതാക്കളെ? KK രാഗേഷേ, നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഡോക്ടർ ജയരാജ്, നിങ്ങൾക്ക് മുന്നിൽ അത് പുറത്തുവിടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? അത് പൊതുജനങ്ങളാണ്. ഈ ഫണ്ട് പിരിക്കുന്ന എവിടെ നിന്നാണ്? ഇത് പൊതുജനങ്ങളിലാണ്. പാർട്ടി എന്ന് പറയുന്നത് പൊതുജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ പാർട്ടി. അല്ല പാർട്ടി വെള്ളം കയറാത്തൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റായി വേറെ എവിടെ നിൽക്കുന്ന ഒരു സമാന്തര ചന്ദ്രനിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ലല്ലോ. പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. അപ്പോൾ എല്ലാ പാർട്ടി ഫണ്ടും പുറത്തു വേണ്ടാന്നേ ഒരു ആരോപണം ഉണ്ടാകുന്നു. ആരോപണത്തിൽ പ്രധാനം എന്താണ്? ധനരാജിന്റെ ഈ പറഞ്ഞ പാർട്ടി കോട്ടയിൽ വീട്ടിനകത്ത് വെട്ടേറ്റ് മരിച്ച് ധനരാജിന്റെ പേരിൽ പണം പിരിച്ച് അമക്കി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ പാർട്ടിക്ക് വളരെ വേഗം പറ്റും. എങ്ങനെയാണ് പറ്റുക? ഇത്ര രൂപ വന്നു, ഇത്ര രൂപ സഹായധനമായി കൊടുത്തു, ഇത്ര രൂപ വീട് നിർമ്മാണത്തിന് കൊടുത്തു, ഇത്ര രൂപ കേസ് നടത്തിപ്പിന് കൊടുത്തു, ബാക്കി ഞങ്ങളുടെ പക്കൽ ഇത്ര രൂപ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി പറയാവുന്ന ഒന്നിനെ അതിന് മടിക്കുമ്പോൾ കള്ളത്തരം കാട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ ജയരാജ്? അത് പുറത്തുവിടാൻ പേടി എന്തിനാണ്? അത് പുറത്തുവിടാൻ പേടിയൊന്നുമില്ല. ഇല്ലാത്തൊരു ആരോപണത്തിന്റെ പേരിൽ കണക്ക് ചോദിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഏതെങ്കിലും ഒരാൾ ഈ പറഞ്ഞ കണക്കോ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലല്ലേ ഇത് പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒരാളല്ലോ. 50 വർഷം പാർട്ടിയിൽ നിന്ന ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ വളരെ കൃത്യമായി ക്രോണോളജിക്കലി ഇന്ന പൈസ ഇന്ന വഴിക്ക് പോയി എന്നൊക്കെ ക്രോണോളജിക്കലി തെളിവ് സഹിതം രേഖാമൂലം പറയുമ്പോൾ രേഖാമൂലം തെറ്റെന്ന് പറയണ്ടത്. അല്ല, അതങ്ങനെ ശരിയാവുന്നത്. അതല്ല പാർട്ടി വിരുദ്ധ കോടാലിക്കൈ എന്നൊക്കെയുള്ള കേട്ടാൽ ചിരി വരുന്ന പഴയ ക്ലീഷ എടുത്ത് അടിക്കാണോ വേണ്ടത്? ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നില്ല KK രാഗേഷ് ഉത്തരവാദിത്വം? അത് ചെയ്യുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട് വിയർക്കുന്ന സഖാവിനെ ഇന്നലെ കണ്ടത്. ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിച്ച നിങ്ങൾ ഈ പറയുന്ന കണക്കോലെ പുണ്യപരിവേക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്ത് ത്യാഗമാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കുഞ്ഞികൃഷ്ണൻ റിട്ടയർമെന്റിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വന്നത്. 2010 ശേഷമാണ് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അദ്ദേഹം ഒരു ത്യാഗം സഹിച്ചിട്ടില്ല. ഈ അദ്ദേഹം പാർട്ടിക്കെതിരെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പുണ്യ പരിവേക്ഷ ത്യാഗം സഹിക്കാത്ത ഒരാൾ CPM ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയുടെ ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് ഇരിക്കുമായിരുന്നു. ഓട്ടെ, ഇനി അയാൾ കൊള്ളരാത്തൊരാന്ന് വെക്ക്. അയാൾ വന്നിറങ്ങി പറയുകയാണ് നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചു എന്ന് പറയുകയാണ്. കട്ടുമുടിച്ചിട്ടില്ല, ദാ ഇത്ര പൈസ ഞങ്ങളുടെ ബാക്കിയുണ്ട് എന്ന് പറയാൻ ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടെന്ന്. അത് പറയാതെ മുട്ടുവിറക്കുമ്പോഴല്ലേ സംശയം പിന്നെയും ബലപ്പെടുന്നത്. ആഷ്മി, ഇത് കുഞ്ഞികൃഷ്ണൻ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. കുഞ്ഞികൃഷ്ണൻ ഈ ഓഡിറ്റിന്റെ പേരിൽ ഈ രസീത് കാണുന്നില്ല, മറ്റേത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതിനകത്ത് പാർട്ടി അന്വേഷണം നടത്തി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനം നിന്ന് ഒഴിവാക്കി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയുണ്ട്. ബ്രാഞ്ച് തലത്തിൽ അങ്ങനെ 9 മാസം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അങ്ങനെ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആക്കി വെക്കാൻ പറ്റാത്തത്. ഇതാണ് അവിടെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ പറ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയോ BJPയുടെ കോടാലിക്കൈ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സ്വന്തമായി മത്സരിക്കാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസിലേക്ക് തുടങ്ങിയ രാഷ്ട്രീയ ആരോപണം മൊത്തം ഉന്നയിക്കേ. എല്ലാ ആരോടും ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഈ രക്തസാക്ഷി ഫണ്ട് മുക്കി നക്കുന്നവരല്ല ഞങ്ങൾ എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തണം. അതെങ്ങനെയാണ്? ഈ 3 ഫിഗർ വെക്കുക, കണക്ക് ഇത്ര എന്ന് വെച്ചാൽ ഈസിയായി പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ബാക്കി രാഷ്ട്രീയരോട് പറ. അത് പറയാൻ മടിച്ച് രാഷ്ട്രീയരോട് മാത്രം പറയുമ്പോൾ പ്രശ്നം. അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. ഇതിനകത്ത് ഞാൻ പയ്യന്നൂരിലെ പാർട്ടിക്കാരെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ. കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരാളെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായി പോലും ഒരു ബ്രാഞ്ച് മെമ്പറായിട്ട് പോലും നിലനിർത്താൻ കൊള്ളാത്ത ഒരാളെ എന്തിനാണ് ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തത്, എന്തിനാണ് ഏരിയ കമ്മിറ്റിയിൽ എടുത്തത്, എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു വെച്ചത്? അതിനാണ് പാർട്ടി ഉത്തരം പറയേണ്ടത്. പറയുന്ന നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇനിയും ഈ കുഞ്ഞികൃഷ്ണൻ മഹാ കൊള്ളരുതാത്തവനാണെന്നും മഹാ മോശക്കാരനാണെന്നും അദ്ദേഹം മറ്റെന്തോ ദുഷ്ടലക്ഷ്യത്തിൽ വന്നാണെന്നൊക്കെ വെറുതെ വാദോരാതെ ആരോപിച്ചുകൊണ്ടിരിക്കാമെന്നതല്ലാതെ
അതിൽ വ്യക്തത വരണമെങ്കിൽ ആ ഫണ്ടിന്റെ കണക്കുകൾ കേരളം കാണണം, പാർട്ടി അണികൾ കാണണം. അത് പുറത്തുവിടാൻ ഭയക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒളിക്കാനുണ്ടെന്നാണ് അർത്ഥം. ഇന്നതാണ് കണക്കുകൾ എന്തു പറയാൻ ധൈര്യമില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്ത് കാര്യം ജയരാജ്? എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം? വെളുക്കുവോ? എങ്ങനെ വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കുവോ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ ആ പ്രദേശത്തെ പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. ആ പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ധനരാജ് രക്തസാക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഴുവൻ കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞു. അറിഞ്ഞപ്പോൾ അവർക്കാർക്കും ഇങ്ങനെ ഒരു ആരോപണം ഇല്ല. എതിരെ പിന്നെ എങ്ങനെയാണ് കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച് അവിടെ പ്രകടനം ഉണ്ടാവുന്നത്? പിന്നെ എങ്ങനെയാണ് കാരയിൽ വൈശാഖൻ എന്ന് പറയുന്ന ഒരു വിവാദം ജയിക്കുന്നത്? എങ്ങനെയാണ് പാർട്ടിയുടെ കോട്ടയിൽ കാരയിൽ ഒരു വിവാദം ജയിക്കുക? എങ്ങനെ ജയിക്കുന്നത്? സംശയങ്ങൾ ഉള്ളതുകൊണ്ടാ. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ കാരാന്ന് പറയുന്നത് പാർട്ടി കോട്ടയാന്ന്? ആളുകളുടെ വികാരത്തിന്റെ ഇല്ലല്ല, കാരാന്ന് പറയുന്നത് പാർട്ടി കോട്ടയാ. പാർട്ടി പറയുന്നതിന് എതിർസ്വരമില്ലാത്ത കോട്ടയാ. ആ കോട്ടയിൽ ഒരു വിവാദം പുറത്തിറങ്ങി വന്ന് നിന്നു. ബഹുഭൂരിപക്ഷം ആളുകൾ അയാൾക്കൊപ്പം നിന്നു. എങ്ങനെയാ? അങ്ങനെ ഒരു അവിടെ സംശയം ഉള്ളതുകൊണ്ടാ. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അത് വൈകാരികമായിട്ട് ചില കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്തപ്പം കുറെ അണികൾ ഇതിന്റെ വഴിതെറ്റി ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്നവരുണ്ടാവും. പാർട്ടിക്ക് അങ്ങനെ വഴിതെറ്റുന്ന സ്ഥലമല്ല. പാർട്ടി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അവിടെ പാർട്ടി ആജ്ഞ കൽപ്പന അതുപോലെ ശിരസാവഹിക്കുന്ന അണികളുള്ള സ്ഥലമാ. ആ അണികൾ കുറച്ചുപേർ കുഞ്ഞികൃഷ്ണൻ കൂടെ പോയെങ്കിൽ ആ അണികൾ വൈശാഖിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചെങ്കിൽ പഴയ പോലെ അല്ല. അതുകൊണ്ടാ അത് മനസ്സിലാക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ജിൻഡോ, LDF വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന സഹയാത്രികൻ ജയരാജ് ചോദിക്കുന്ന കേട്ടും കുഞ്ഞികൃഷ്ണൻ എത്ര സമരം ചെയ്തു, എത്ര മാത്രം ജയിലിൽ പോയി, എത്ര ത്യാഗം ചെയ്തു എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളെ കുഞ്ഞികൃഷ്ണനെ എന്തിനാണ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് CPM തെരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ അവരോട് പോയി ചോദിക്കണം. ജനാധിപത്യപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉയർത്തേണ്ട ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചു. അതിന് മറുപടി കിട്ടാതെ 8-9 വർഷക്കാലം മറുപടി കിട്ടാതെ വന്നപ്പോൾ പുറത്ത് പറഞ്ഞു. ആ പുറത്ത് പറയുന്ന ആളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ജയരാജ് എത്ര സമരത്തിൽ പങ്കെടുത്തു, എത്ര ത്യാഗം ചെയ്തു, എത്ര പ്രാവശ്യം ജയിലിൽ പോയി. എന്താ ഉറക്കം വരുന്നു. കുഞ്ഞികൃഷ്ണനെ ആക്ഷേപിക്കാൻ താങ്കൾക്ക് എത്രത്തോളം സീനിയോറിറ്റി ഉണ്ട് എന്ന് താങ്കളൊന്ന് ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്ന ആളെ ആക്ഷേപിക്കുന്നതല്ല. താങ്കൾ ഒരു അധ്യാപകൻ കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ഷേപിക്കുന്നതല്ല ഒരു ഉത്തരം. ഇവനൊക്കെ രക്തം ഉണ്ടോടെ? ഇനി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ കുഞ്ഞികൃഷ്ണനെ പിന്നീട് കുഞ്ഞികൃഷ്ണൻ പോയി കാല് പിടിച്ചു എന്നാണ് ജയരാജന്റെ വാദം. അപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ വല്ല സത്യവും വിളിച്ചു പറഞ്ഞാലോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണോ ബ്രാഞ്ചിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ നിങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കേണ്ടത് ജയരാജ് അത് MV ഗോവിന്ദനോട് പോയാണ് ചോദിക്കേണ്ടത്, ഞങ്ങളോടല്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഈ കുഞ്ഞികൃഷ്ണന്റെ ഗ്രാറ്റുവിറ്റി, ലീവ് സറണ്ടർ, അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് നേടിയത്, അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്തുന്ന ഈ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും CPMന്റെ നേതാക്കന്മാർ നമ്മളെയാണല്ലോ മച്ചമ്പി. 9 വർഷമായിട്ട് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്ത, ആ വ്യാജ റെസീറ്റ് അച്ചടിച്ച, ആ കള്ളക്കണക്ക് വെച്ച, ഇപ്പോഴും കണക്ക് പുറത്തു പറയാൻ പറ്റാത്ത അത്ര മോശപ്പെട്ട കണക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ടാ? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഇപ്പോഴും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ട് ഉത്തരം പറയാൻ CPMന്റെ ഒരു നേതാവിനും പറ്റാത്ത എന്തുകൊണ്ടാ? വ്യക്തിപരമായി കുഞ്ഞികൃഷ്ണനെ ആക്ഷേപിക്കുക, ആക്രമിക്കുകയോ ചെയ്യാം. ഇവിടെ സ്വർണം കട്ട, അയ്യപ്പന്റെ സ്വർണം കട്ടയാള് അകത്താണ്, എവിടെ ജയിലിനകത്തും പാർട്ടിക്കകത്തും. പക്ഷേ ഈ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തത് ചോദ്യം ചെയ്ത കുഞ്ഞികൃഷ്ണൻ പുറത്താണ്, പാർട്ടിക്ക് പുറത്ത്. അപ്പോൾ ഇവരുടെ നൈതികതയുടെ വിഷയമൊക്കെ നമുക്ക് മനസ്സിലായില്ലേ, ഇവർ ആരോടാണ് നീതി പുലർത്തുന്നതെന്ന്. കള്ളന്മാരെയും കൊള്ളക്കാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാരും ഈ പാർട്ടിയും മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടി പിണറായിയിൽ തുടങ്ങിയ പാർട്ടി പിണറായി വിജയനിൽ അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ, പക്ഷേ താങ്കൾ ഈ പറയുന്ന അനധികൃതമായി എന്തോ പണം ഉണ്ടാക്കി എന്ന് ചില ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു പ്രചരണം, സത്യമാണോ അത് ശ്രീ കുഞ്ഞികൃഷ്ണൻ? ഉണ്ടെങ്കിൽ അവരെ തെളിയിക്കട്ടെ. എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിലോ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ല എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, വ്യക്തിഹത്യ നടത്തുക എന്ന നിലയിലേക്ക് ഈ പ്രചരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെയൊക്കെ വള്ളിച്ചൂടിലടിക്കാൻ ഇവിടെ ആളില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.